എൻ്റെ അനിയത്തിയുടെ മകളുടെ ഭർത്താവിന് കടമുണ്ട്. ഓൺലൈൻ ട്രെൻഡിങ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കടം. അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്തിൻ്റെ അവകാശികൾ അവർ 8 വിഭാഗം ആളുകളുണ്ട്. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗം ആളുകൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ പലപ്പോഴും ഈ ഗാരിം, കടം കൊണ്ട് വലഞ്ഞവർ, ഈ ഗണത്തിലാണ് ഈ കടമുണ്ട് എന്നൊക്കെ ചോദ്യകർത്താക്കൾ ചോദിക്കാറുള്ളത്. ഇസ്ലാം പറഞ്ഞ കടം, അതല്ലെങ്കിൽ സക്കാത്തിന് അർഹമാകുന്ന കടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിക്കൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്വത്തും പാടില്ല. കടം വന്നപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തും, അതായത് വീടടക്കം, നമ്മുടെ വീടും പറമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, വീട്, പറമ്പ്, ഗോൾഡ്, ഇങ്ങനത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അദ്ദേഹം എന്തായിട്ടുണ്ട്, വിറ്റ് പെറുക്കി കടം വീട്ടിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കടം ബാക്കിയാണ്. ഇപ്പോൾ താമസിക്കുന്ന ചിലപ്പോൾ സഹോദരൻ്റെ വീട്ടിലാകാം, സഹോദരിയുടെ വീട്ടിലാകാം, അല്ലെങ്കിൽ ലോഡ്ജിലോ മറ്റോ ആകാം. അദ്ദേഹത്തിൻ്റേത് എന്ന് പറയാനൊന്നുമില്ല, ആണ് കടം, ഹാരിമി എന്നുള്ള കടം. അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണെന്ത്, അദ്ദേഹത്തിൻ്റെ കടം വീട്ടുന്നതിലേക്ക് നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതം നൽകാവുന്നതാണ്. അതല്ല, വീടുണ്ട്, പറമ്പുണ്ട്, അതൊക്കെ വിറ്റാൽ തീരാവുന്ന കടമേ ഉള്ളൂ എങ്കിൽ ഇദ്ദേഹം എന്തല്ല, കടക്കാരനല്ല, തൻ്റെ കയ്യിലുള്ള സ്വത്ത് വിൽക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. സ്വന്തമായി വീട്ടിൽ വീടെടുക്കണമെന്നോ താമസിക്കണമെന്നോ സ്വന്തമായി ഭൂമി ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായി പറമ്പുണ്ടാകണമെന്നൊന്നും ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. മാന്യമായ നിലക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ വാടകയ്ക്ക് താമസിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തത് ഫക്കീർ മിസ്കീൻ എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് നൽകാം. ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രവാസിയാണ്, ഒരു നിലക്കും അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിച്ചു പോകാൻ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുകയല്ല, നിർവാഹമില്ല, അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫക്കീറാണ്. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വർഷം ജീവിക്കാൻ, അല്ലെങ്കിൽ വേണ്ട ഒരു മാസം അദ്ദേഹത്തിന് ജീവിക്കാൻ അദ്ദേഹത്തിന് 10,000 രൂപയാണ് ചിലവുള്ളതെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 6,000 രൂപ, 7,000 രൂപ, അല്ലെങ്കിൽ 8,000 രൂപയൊക്കെയാണ്. ഈ എന്താകുന്നില്ല, അദ്ദേഹത്തിൻ്റെ വരുമാനത്തേക്കാൾ ചെലവ് വരുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അദ്ദേഹം മിസ്കീനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചെലവ് മുട്ടിക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള സക്കാത്തിൻ്റെ ഓഹരികൾ നമുക്ക് എന്താക്കാം, ആ നിലക്കും നൽകാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഗണത്തിൽ ഇദ്ദേഹം പെടുമോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ്, അഥവാ ചോദ്യകർത്താവ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ കടമുണ്ട് എന്നതൊരിക്കലും എന്തല്ല, സക്കാത്ത് കൊടുക്കാൻ അർഹത ഉണ്ടാകുന്ന കാര്യമല്ല. അവിടെ കടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സക്കാത്തിൻ്റെ അവകാശികളായി വരുന്ന ആളുകളുടെ കടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ കയ്യിൽ പിന്നീട് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബാങ്ക്, കോടതികൾ ചില ആളുകളെ പാപ്പർ എന്ന് പറഞ്ഞിട്ട് എന്താക്കാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. പാപ്പർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാറ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഇനിയൊന്നുമില്ല എന്നുള്ള നിലക്കാണ്. അത് യഥാർത്ഥ രൂപത്തിലാണ് ഈ പാപ്പറാണെന്നുണ്ടെങ്കിൽ ആ പാപ്പർക്ക് സക്കാത്തിന് അർഹത ഉണ്ട്, മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ. അല്ല, സ്വത്ത് സമ്പത്തൊക്കെ അത് ഇനി ജപ്തി ചെയ്തു പോകുന്നുള്ള നിലക്ക് മറ്റു ബിനാമികളുടെ പേരിൽ എഴുതി വെക്കുകയും തൻ്റെ പേരിൽ ഇനി ഒന്നുമില്ല എന്നുള്ള നിലക്ക് പാപ്പർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെക്കുറിച്ചല്ല ഈ ചർച്ച എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഹാദാ മാ അൽഹർ അലി വല്ലാഹു അലം ബിസ്സവാബ്.